Hi മക്കളെ, motion in a straight line example 2.3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A ball is thrown vertically upward with a velocity 20 meter per second from the top of a multi-story building. The height of the point from where the ball is thrown is 25 meter from the ground. A. How high will be the ball? How high will the ball rise? And B. How long will it be before the ball hits the ground? Take G is equal to 10 meter per second square. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് എന്താണ്? ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ഇതിന് മുകളിൽ നിന്നൊരു ബോൾ യു വെലോസിറ്റിയിൽ എറിയാണ്, അതായത് ത്രോൺ ചെയ്യാണ്. ത്രോൺ എന്ന് പറയുമ്പോൾ എറിയുക. ഈ എറിയുന്നതിനൊരു ഇതുണ്ടാ, അതിന് യുവിന് എന്തായാലും ഒരു വാല്യൂ ഉണ്ട്. അവിടെ വാല്യൂ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി അതെല്ലാം ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ, അതായത് താഴോട്ട് ഇടുകയാണ്, താഴോട്ട് ഇടുകയല്ല, അതായത് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ്, താഴോട്ട് എറിയുകയല്ല കേട്ടോ, താഴോട്ട് ഡ്രോപ്പ് ചെയ്യുകയെന്ന് പറയുകയാണെങ്കിൽ യു എന്തായിരിക്കും? 0 ആയിരിക്കും, അതായത് യു റെസ്റ്റിലായിരിക്കും. പക്ഷേ ഇവിടെ ത്രോൺ ചെയ്യുകയാണ്. ത്രോൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും, അതായത് മുകളിലോട്ട് എറിയുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവില്ലേ, അതാണ് യു എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇത് ഒരു ബോൾ മുകളിലോട്ട് എറിഞ്ഞാൽ ഇതിങ്ങനെ മുകളിലോട്ട് പോയി ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അത് നിൽക്കത്തില്ല, അതിനാണ് വെലോസിറ്റി അവിടെ 0 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി 0 ആണ്. ആൻഡ് ഇത് എന്നിട്ട് മുകളിലോട്ട് പോയാണ്ട് മുകളിൽ തന്നെ നിൽക്കത്തില്ലല്ലോ, താഴോട്ട് വരുന്നില്ല, താഴോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഗ്രൗണ്ടിൽ പതിക്കും. ആൻഡ് ഇവിടെ ഞാൻ ഓരോ പോയിൻറ്റിന് ഓരോ പേര് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ പോയിൻറ്റിന് എ എന്ന് കൊടുത്ത്, അതായത് എറിഞ്ഞ ആ പോയിൻറ്റിൽ നിന്ന് എന്ന് കൊടുത്ത്, ഏറ്റവും ടോപ്പിൽ, അതായത് വെലോസിറ്റി 0 ആവുന്ന ടോപ്പിൽ ഞാൻ ബി എന്ന് കൊടുത്ത്, താഴത്ത് സർഫേസിലൊരു സി എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എ ടു ബി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാനും വേണ്ടിയിട്ട് എളുപ്പത്തിനാണ്. ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ആൻഡ് നമുക്ക് വെലോസിറ്റി, അതിന് മുമ്പ് ഞാൻ കുറച്ച് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതൊരു സംഭവം തരാം. അതായത് ഇതെന്താണ്? വെർട്ടിക്കൽ മോഷൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ വെർട്ടിക്കൽ മോഷനിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു? ജി ആയിരിക്കും. ഈ ജി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം അതിന് മുമ്പ് സൈൻ കൺവെൻഷൻ അറിയില്ലടാ എല്ലാവർക്കും. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? അത് പറഞ്ഞു തരണം. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് മുകളിലോട്ട് എന്തായിരിക്കും? പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്, ഇങ്ങോട്ട് എന്തായിരിക്കും? പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്. ഇത് എഴുതി വെച്ചോണ്ടോ. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഈ സ്റ്റിക്കി നോട്ട്സൊക്കെ ഉള്ളവരെന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഇത് നമുക്ക് ആക്സലറേഷന്, വെലോസിറ്റിക്ക്, ഡിസ്പ്ലേസ്മെൻറ്റിനൊക്കെ പറ്റിയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? താഴോട്ടല്ലേ. കാരണം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും എർത്തിൻ്റെ സർഫേസിലോട്ടാണ് വരുന്നത്, അതായത് താഴോട്ടായിരിക്കും ജി ആക്ട് ചെയ്യുക. അപ്പോൾ ജി എന്താണ്? നെഗറ്റീവാണ്. ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞു ആക്സലറേഷൻ താഴോട്ട് നെഗറ്റീവാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ജി നെഗറ്റീവാണ്, ഓൾവേസ് നെഗറ്റീവാണ്. ആൻഡ് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ കുറച്ച് ഫോർമുലാസ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞുതരാം. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി 2, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ 3, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലടാ. ഇത് ഞാനൊരു കോളത്തിലാക്കാം. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിന്നിങ്ങനെ ഓരോന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹൗ ഹൈ വിൽ ബി ദ ബോൾ റൈസ്? അതായത് ബോൾ ഇവിടുന്ന് എറിഞ്ഞാൽ എത്ര ഹൈറ്റിൽ പൊങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കണം. എ ടു ബീൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്താം. അതായത് ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. അത് യു തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യു എങ്ങോട്ടാണ്? മുകളിലോട്ടല്ലേ. യു എന്ന് പറയുന്നത് മുകളിലോട്ടല്ലേ. അപ്പോൾ എന്താണ്? പോസിറ്റീവ് അല്ലേ. അത് പോസിറ്റീവ്. വി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കാരണം വെലോസിറ്റി നമ്മൾ എ ടു ബി എത്തുമ്പോഴത്തിന് അത് എ എന്ന് കൊടുക്കാം. എ ടു ബീൻ്റെ ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിവിടെ വെറുതെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ എഴുതിയാലല്ലേ. ഓക്കെ, അത് വേണ്ട. നിങ്ങൾ നോട്ടിൽ അത്യാവശ്യം വൃത്തിയിൽ എഴുതാം, അത് സ്ഥലം ഉണ്ടാകത്തില്ല. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണെന്ന് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഞാൻ പറഞ്ഞു. ആക്സിലറേഷൻ എന്തായിരിക്കും? ഓൾവേസ് നെഗറ്റീവ്. അതായത് വെർട്ടിക്കൽ മോഷനിൽ ഓൾവേസ് നെഗറ്റീവ്, അതായത് ജി ആയിരിക്കും അപ്പോൾ ആക്റ്റീവ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൾവേസ് നെഗറ്റീവ് ആണ്. അപ്പോൾ എത്രയായിരിക്കും? -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ജീൻ്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആട്ടോ. പക്ഷേ നമുക്ക് മിക്ക ക്വസ്റ്റ്യനിലും ഈസി ആവാനും വേണ്ടിയിട്ട് 10 മീറ്റർ പെർ സെക്കൻഡാണ് വരിക. പക്ഷേ ഇതിന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻഡ് ആണ്. എന്നാലും ഞാൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കിനി കണ്ടുപിടിക്കാം, ഹൈറ്റ് കണ്ടുപിടിക്കാം. ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഇക്വേഷൻ ഇതിൽ കണ്ടുപിടിക്കണം. ഏതായിരിക്കും നല്ല ഇക്വേഷൻസ്? അതായത്
നമുക്ക് തന്നിട്ടുണ്ട് വി എന്ന് പറയുന്നത് വി ഉണ്ട്, യു ഉണ്ട്, ജി ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ് കണ്ടുപിടിക്കാൻ നോക്കുക. അതായത് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എച്ച് എന്ന് പറയുന്നത് എസ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഏതായിരിക്കും ഏറ്റവും ഓപ്റ്റായിട്ടുള്ള സാധനം? അതെ, ഈ സാധനമല്ലേ, അതായത് തേർഡ് ഇക്വേഷൻസ് അല്ലേ. അപ്പം നമുക്കത് എഴുതാം. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇങ്ങനെ കേട്ടോ ഓരോ ഇക്വേഷൻസ് ഏതാ എടുക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുക. നമുക്ക് തന്നിട്ടുള്ള വാല്യൂ നോക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് ഏതാ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. അതിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഓപ്റ്റ് ചെയ്തെടുക്കുക. അല്ലാണ്ട് ഇതിന് നിയമങ്ങളൊന്നുമില്ല. അപ്പോൾ 0 സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ എത്രടാ? 20 × 20 പ്ലസ് 2 × എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഞാൻ എത്ര എന്ന് പറഞ്ഞു -10 × എസ് എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 20 × 20 എത്രയാണ്? 400 മൈനസ് 2 × 10 എന്ന് പറയുന്നത് 20 × എസ് എന്ന് പറയും. ഇത് ഇനി ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ട് ഇൻറ്റു ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇത് 20s ആണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഈ 20sനെ ഈ 0 എന്ന് പറയുന്നത് 400 മൈനസ് 20sനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതെന്തായിരിക്കും? പ്ലസ് ആവും. അപ്പോൾ ഇവിടെ 20s = 400 എന്ന് വരും. ഇനി എസ്സിനെ മാത്രം കണ്ടുപിടിക്കണമെങ്കിലോ? എസ്സിനെ മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ 400 ഡിവൈഡഡ് ബൈ 20 എന്ന് കൊടുക്കുക. ഈ 0 കട്ട് ചെയ്യും. ഇനി നോക്കാം, ഞാൻ കട്ടിങ് മെത്തേഡാണ് യൂസ് ചെയ്യൽ. 4 എത്ര? 2 ഉണ്ട്, 2. ഇവിടെ എത്ര ബാക്കിയുള്ള 0. അപ്പോൾ എത്ര ആയിരിക്കും വരിക? 20 മീറ്റർ എന്ന് വരും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഈ എച്ച് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ചോപ്പ് ചെയ്താൽ 20 മീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ. ആൻഡ് ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം. സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത് ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് എ ഗ്രൗണ്ട്. അതായത് ടൈമാണ് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ്. അപ്പോൾ ഈ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് 2 മോഷനായിട്ട് എടുക്കാം. അതായത് ഞാൻ ഒന്ന് A to B ആണ് എടുക്കുന്നത്. അതായത് വെർട്ടിക്കലി അപ്വാർഡ് ആയിട്ടാണ് എടുക്കുന്നത്. വെർട്ടിക്കലി അപ്വാർഡ് മോഷനാണ് എടുക്കുന്നത് ആദ്യം. ഓക്കെ. അപ്പോൾ എന്താണ്? യു ഉണ്ട്. യു എത്ര തന്നിട്ടുള്ളത്? +20 m/s ആണല്ലോ. വി എന്താണ്? 0 m/s. ഓക്കെ. ഇനി നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സലറേഷൻ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് -10 m/s. ജി പിന്നെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ടൈം. അതായത് ഈ A to B ൻ്റെ ടൈം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ ഏത് ഇക്വേഷൻ ആണെന്നല്ലേ ഒന്ന് നോക്കിയടാ. ഇതിൽ ഏത് ഇക്വേഷൻ ആണെന്നല്ലേ? പെട്ടെന്ന് നോക്കി. ഒന്നാമത്തല്ലേ. അപ്പോൾ V = U + AT. V എന്താണ്? 0 = U എത്രയാണ്? 20 - G × T എന്ന് പറയുമ്പോൾ 0 = 20 - 10t. അപ്പോൾ 10t = 20, t = 20/10. അപ്പോൾ ഇതാണ് 2 സെക്കൻഡ് എന്ന് വരും ആണല്ലോ. അതായത് T1 ചോപ്പ് കൊണ്ട് ചെയ്താൽ T1 എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മോഷൻ, അതായത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് A to B എന്ന് വരെയുള്ള മോഷനാണ് എടുത്തിട്ടുള്ളത്. ഇനി വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷനാണ് B to C. അതായത് അത് സെക്കൻഡ് കേസാക്കി കൂട്ടുക. B to Cൻ്റെ അതായത് വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷൻ്റെ ജേണി കണ്ടുപിടിക്കാം. വെർട്ടിക്കലി ഡൗൺവേർഡ് മോഷൻ്റെ. ഓക്കെ. ഈ B to C ന്ന് ഇതുവരെ വരുമ്പോൾ ഉള്ള ഹൈറ്റ് എത്രടാ? ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 20 മീറ്റർ ഇവിടെ വരുന്നുണ്ട്, ഇതുവരെ വരുന്നുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഇത് മറന്നിട്ടുണ്ട് എഴുതാൻ. ഐ ആം റിയലി സോറി. അതായത് നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? ബോൾ ഈസ് ത്രോൺ 20. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഹൈറ്റ് 25 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതാൻ മറന്നു. അപ്പോൾ 25 മീറ്ററും 20 എന്ന് പറയുമ്പോൾ എസ് എന്തായിരിക്കും ഇവിടെ? എസ് എന്ന് പറയുന്നത് 25ഉം 20ഉം. അപ്പോൾ എത്ര? 45. എനിക്ക് 20 + 25 = 45. ഇതേ 45 മീറ്റർ. ഇത് മൈനസ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും? ഞാൻ ഇവിടെ സൈൻ കൺവെൻഷനിൽ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? താഴത്തോട്ട് നെഗറ്റീവ്, മുകളിലോട്ട് പോസിറ്റീവ്. ഇതെന്താണ്? മുകളിൽ നിന്ന് ഞാൻ എടുക്കുന്നത് അങ്ങോട്ടാണ്, ഇങ്ങോട്ടല്ല എടുക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ടല്ല എടുക്കുന്നത്. ഡ്രോപ്പ് ചെയ്യുന്ന മാതിരിയുള്ള കേസാണെന്ന് ഞാൻ പറഞ്ഞു. സോ അപ്പോൾ എന്താണ്? മൈനസ് ആയിരിക്കും. ഓക്കെ. ഇനി വെലോസിറ്റി പറയുകയാണെങ്കിൽ യു എന്താണ്? 0 ആണ്. കാരണം ഇവിടെ യുവിന് നമുക്കൊരു വാല്യൂ ഉണ്ടായിരുന്നു, കാരണം ഇത് ത്രോ ചെയ്യുവാണ്. പക്ഷേ ഇത് മുകളിലോട്ട് എത്തി. ഇവിടെ എത്തിയപ്പോൾ ഇത് ജേണി രണ്ടാമത്തെ, അതായത് വെർട്ടിക്കൽ ഡൗൺലോഡ് മോഷനിൽ എന്താണ്? ഡ്രോപ്പ് ചെയ്യണ മാതിരിയുള്ള കേസാണ്.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ യു എന്തായിരിക്കും 0 ആയിരിക്കും. ഇവിടുന്ന് താഴോട്ട് ചാടുമല്ലേ, അപ്പോൾ യു എന്താണ് 0 ആണ്. ഇനി അല്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, മുകളിലോട്ട് എത്തിയതേ ഈ വെലോസിറ്റി ഇവിടെ 0 ആയല്ലോ. അപ്പോൾ ഈ വെലോസിറ്റി ആയിരിക്കും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇനീഷ്യൽ വെലോസിറ്റി ആക്കി കൂട്ടുക. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആകുമ്പോൾ യു എന്ന് പറയുന്നത് 0 അങ്ങനെ വിചാരിച്ചാലും മതി. ഓക്കെ, പക്ഷേ ഇവിടെ വെലോസിറ്റി ഉണ്ടാവും, ഇവിടെ വി എന്ന് പറയുന്നത് ഒരു വാല്യൂ ഉണ്ടായിരിക്കും, പക്ഷേ നമുക്കത് അറിയില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനും ഇല്ല, അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതുകൊണ്ട് നമുക്ക് അത് എടുക്കേണ്ട. ഇല്ലാത്ത അതായത് അത് ഉപയോഗിക്കാത്ത ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് നമുക്ക് ഞാൻ പറഞ്ഞു ജി എന്ന് പറയുന്നത് എത്രടാ, -10 m/s. താഴത്തോട്ടാണ് പോകുന്നത്. നിങ്ങൾക്കുണ്ടല്ലോ ഈ ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്സിനെ പോസിറ്റീവ് ആക്കിയിട്ടും ജീനെ പോസിറ്റീവ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഹെൽപ്ഫുൾ എന്ന് തോന്നുന്നു. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ എസ് ഉണ്ട്, യു ഉണ്ട്, ജി ഉണ്ട്. ഇതിലേതാടാ നല്ലത്? ഏത് ഇക്വേഷൻ എടുക്കണേക്കാരം നല്ലത്? എസ് ഉണ്ട്, യു ഉണ്ട്, ജി ഉണ്ട്. എസ് ഉണ്ട്, യു ഉണ്ട്, ജി ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാ ഇവനോക്കെ എസ് = UT + ½ ഈ ഡ്രോപ്പിങ്ങിൻ്റെ കേസിൽ ഇവനെ എടുക്കണേക്കാരം ഏറ്റവും നല്ലത്. കാരണം UT എന്ന് പറയുന്നത് കട്ടായി പോകും. ഇതിനെ നമുക്ക് എസ് എന്ന് പറയുന്നത് എത്ര, -45 മീറ്റർ = യു എന്ന് പറയുന്നത് UT എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആവും. കാരണം യു 0 ആണ്. അപ്പോൾ യു ഇൻറ്റു ടി 0 ഇൻറ്റു ടി എന്ന് പറയുന്നത് ഏതായാലും 0 ആണ്. അപ്പോൾ 0 + 1/2 ഇൻറ്റു -10 ഇൻറ്റു t². ഈ രണ്ടിനെ വെച്ചിട്ട് ഞാൻ ഹരിക്കുകയാണ്, അപ്പോൾ 5 വരും. ആൻഡ് ഇവിടെ 45 = -5 t². ഇത് കണ്ടല്ലോ, ഇവിടെ പോണ്ട ഈ മൈനസും കട്ടായില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ടിനെയും പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം താഴോട്ടുള്ള മോഷനില്ല, അപ്പോൾ രണ്ടും താഴോട്ട്. അപ്പോൾ എന്താ, നിങ്ങൾക്ക് താഴോട്ട് പോസിറ്റീവും മുകളിലോട്ട് നെഗറ്റീവും ആക്കി എടുത്താലും കറക്റ്റാണ്. വേറെ ജേണി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്കിനി ഇതിനെ 45 ഇവിടെ 45 ഡിവൈഡഡ് ബൈ 5, ഈ 5നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ ഹരിക്കണം = t² എന്ന് വരും. 45 ഹരിക്കണം 5 എന്ന് പറയുമ്പോൾ എത്രടാ? ആലോചിക്കുക 9 അല്ലേ. 9 × 5 എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 9 = t². അപ്പോൾ ടി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? √9 = 3 സെക്കൻഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ T2 കിട്ടി, ചോപ്പിൽ ചെയ്താൽ T2 = 3 സെക്കൻഡ്. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് ജേണിയിൽ കിട്ടിയത്, അതായത് എന്ന് ബിയിലോട്ട് കിട്ടിയത് 2 സെക്കൻഡാണ്. എ ടു ബി എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ബി ടു സി എന്ന് പറയുന്നത് 3 സെക്കൻഡാണ്. അപ്പോൾ ടോട്ടൽ ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ടി എന്ന് പറയുന്നത് T1 + T2 = 2 + 3 = 5 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഉത്തരം എന്ന് പറയുന്നത്. സെക്കൻഡിൻ്റെ ഉത്തരം എന്താ? 5 സെക്കൻഡാണ്. ആൻഡ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എയും കണ്ടുപിടിച്ചു, ബിയും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെത്തേഡ്, വേറെ രീതിക്കുള്ള മെത്തേഡൊക്കെ അറിയെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കമൻറ്റ് ഇടാം. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ഇട്ട് പറയണേ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നായിരുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ഇടുക. കാരണം സാറേ അത് മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്ത് ഞാൻ ഒന്നും കൂടെ ചെയ്തു തരും. അത്രേ ഉള്ളൂ. ആൻഡ് താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യനിൽ കാണാം. ബൈ.